എന്ത് തോന്നുന്നു ഈ വിജയം കണ്ടതിന് ശേഷം? ഒരുപാട് സന്തോഷത്തിലാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും കമന്റ്സും എല്ലാവരുടെയും റിവ്യൂസും ആപ്രിസിയേഷനും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് എല്ലാ റിവ്യൂസും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന്ന് വെള്ളം വരുവാണ്. ആക്ച്വലി ഭയങ്കര സങ്കടം വരുന്നുണ്ട്, സന്തോഷത്തോടുള്ളൊരു കരച്ചിൽ വരുന്നുണ്ട്. അപ്പം എല്ലാ റിവ്യൂസും വായിച്ച് എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ. നിലവിൽ ഈ സിനിമയിലേക്ക് എത്തിയപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇന്റർവ്യൂവിലും ഇതിലൊക്കെ പറഞ്ഞു. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം കഥ കേട്ടപ്പോഴും ഈ സബ്ജക്ട് എടുക്കണമെന്ന് ഒന്നും ചിന്തിക്കാതെ എടുത്ത സബ്ജക്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെയാവുമെന്ന് ചിന്തിക്കാത്ത ഒരു വിജയം അല്ലെ? അത് മനസ്സിൽ ഓടിയെത്തപ്പോൾ ഏറ്റവും ആദ്യം കോൾ ചെയ്ത് ആരെയായിരിക്കും? എങ്ങനെ പടം ഇറങ്ങി റിലീസ് കഴിഞ്ഞപ്പോ ആക്ച്വലി ഞാൻ വിളിക്കേണ്ട ആളെന്റെ എന്റെ ചേച്ചി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ മിക്കവാറും ഞാൻ പടം ഇപ്പോ കണ്ട് റിവ്യൂസ് എന്താ ഇനി ഫസ്റ്റ് ഞാൻ കണ്ടില്ല. അപ്പം എനിക്ക് സുജാതയുടെ ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കോൾസും ഒരു മെസ്സേജ് ഒക്കെ പോലെയായിരുന്നു. അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയാണോ റിയാക്ട് ചെയ്ത് അതുപോലെയായിരുന്നു എനിക്ക് നേരെ ഇറങ്ങിയ സമയത്ത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് വിളിക്കുന്നു, റിലീസിന് മുന്നേ വിളിക്കുന്നു, അവർ വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് കുറെ പേര് ഭയങ്കര വർക്കായി പടം കഴിഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പൊ ഞാൻ ട്രാവൽ ചെയ്യായിരുന്നു. കുട്ടിക്കാനത്ത് ഞാൻ കൊച്ചി വരെ വരുമായിരുന്നു. നൈറ്റ് ഷോ ആണ് ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോ ആ ട്രാവൽ വരെ മൊത്തം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ റിവ്യൂ ആണ് അത് പിടിച്ചിരിക്കുകയായിരുന്നു. കാണേണ്ട റിവ്യൂ കണ്ട, നേരിട്ട് പടം കണ്ട അവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഇതാണ് റിവ്യൂ എന്ന് പറയേണ്ടതാണ് എന്റെ ചേച്ചിയാണ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ആളെന്റെ കൂടെ ഉണ്ട്, ആളും ഭയങ്കര ഹാപ്പിയാണ്. ആളൊന്നും കാണാതെ നേരിട്ട് പടം കാണണം. അതായത് ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ മിക്ക സ്ക്രിപ്റ്റുകളും ഞാൻ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ ഒന്നും പറയാതെ, ഷൂട്ടൊന്നും ചില ലൊക്കേഷൻ അവള് വരാറുണ്ട്, പക്ഷെ അവള് ലൊക്കേഷനിൽ ഒന്നും വരാതെ ഒരു എന്താണ് പടം ടോട്ടലി എന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഇരുന്ന ഒരാളാണ്. പക്ഷെ ആ പടം കണ്ടപ്പോ ഏറ്റവും കൂടുതൽ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് എനിക്ക് സ്നേഹം വന്നപ്പോ എനിക്ക് ഏറ്റവും പിടിച്ചത് ചേച്ചിയാണ്. ഈ ലാലേട്ടൻ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ കുട്ടി ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. ലാലേട്ടന്റെ ഒരു വാക്കാണ് ഈ കുട്ടി ഗംഭീരമായിട്ട് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു. ഇന്നാണ് ലാലേട്ടൻ അത് കഴിഞ്ഞ് കാണുന്നത്, റിലീസിന് ശേഷം ഇന്നാണ് കാണുന്നത്. ഞാൻ റൂമിലോടൊപ്പം ലാലേട്ടൻ കാണുന്നതല്ലേ, ആ ഒരു മൊമെന്റ് ഒന്ന് ഓർത്തേ. ലാലേട്ടൻ അപ്പോഴും ഒന്നും പറയാതെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അത് എനിക്ക് ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാൽ എന്നൊരു ആക്ടറെ കാണുമ്പോൾ ഒരു വണ്ടർ ഉണ്ടല്ലോ, അതും ഇറ്റ് ദ സെയിം ടൈം ആ പേഴ്സൺ. നമ്മള് ഒരു ആക്ടേഴ്സിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറയുന്നത് നേരിട്ട് കണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ആക്ടറിൽ നിന്ന് കൂടെ അഭിനയിക്കാം. ഇപ്പൊ വന്നിട്ട് നന്നായിട്ടുണ്ട്, ആളുടെ ഒരു അപ്രിസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആളുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക. അതേപോലെ ഇപ്പൊ സാറിപ്പോ കണ്ടപ്പോഴും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് അതിനകത്തൊക്കെ. ഈ സിനിമയുടെ നെടും തൂൺ എന്ന് പറഞ്ഞ ഈ കഥാപാത്രമാണ് അല്ലെ, സാറ എന്ന കഥാപാത്രം. ഒരു മാറ്റമില്ല, ലാലേട്ടനുണ്ട്, എല്ലാവരും. പക്ഷെ ഇതിന്റെ ഒരു നട്ടല്, ആളുകളെ പിടിച്ചിരുത്തുന്ന, ആളുകളെ ചിന്തിപ്പിക്കുന്ന, ആളുകളെ കരയിപ്പിക്കുന്ന അത്ര റിസ്ക് ഉള്ള ഒരു ടാസ്കാണ് എടുത്തത്. അത് ഭയപ്പെട്ടിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.